വിശദമായി നോക്കാം. അഗ്നിപഥ് പദ്ധതിക്കെതിരായ പ്രതിഷേധം ആളിക്കത്തുന്നു. പ്രതിഷേധത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. ബീഹാറിലെ ലഖിസറായിൽ പ്രതിഷേധക്കാർ തീയിട്ട ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നയാൾ മരിച്ചു. ബീഹാറിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ദ് തുടങ്ങി. സംഘർഷം വ്യാപിക്കാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയിലാണ് പോലീസ്. അതേസമയം പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. വിശദാംശങ്ങൾ കിരൺ ബാബു നൽകും. കിരൺ, രാജ്യത്തെ ക്രമസമാധാന നില തന്നെ തകർക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ നീങ്ങുകയാണ്. ഈ പ്രതിഷേധ പ്രകടനങ്ങളിൽ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. കർഷക സമരത്തിന് പിന്നാലെ ഒരുപക്ഷെ ഈ ഭരണകൂടത്തെ തന്നെ പിടിച്ചുകുലുക്കാൻ തക്ക സമരമായി മാറുകയാണ്. ഇപ്പോൾ പ്രതിഷേധം ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും അടക്കം വ്യാപിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു, അല്ലേ? ദിവ്യ, അതുതന്നെയാണ്. ഈ പദ്ധതി പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത ദിവസം ഹരിയാനയിലും യു.പിയിലും ബീഹാറിലും ഒക്കെ ആയിരുന്നു സമരം ആരംഭിച്ചത്. എന്നാൽ പെട്ടെന്ന് വളരെ വേഗം തന്നെയാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും സമരം വ്യാപിച്ചത്. ഇപ്പോൾ ഏകദേശം 10 സംസ്ഥാനങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിന് നടക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ തെലങ്കാനയിൽ ശക്തമായ പ്രക്ഷോഭമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ പോലീസ് വെടിവെപ്പ്, പ്രക്ഷോഭകാരികൾക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ബീഹാറിൽ ഒരാൾ ട്രെയിനിൽ യാത്രക്കാരനായ ഒരാൾ ആ ട്രെയിനിന് തീവച്ചിരുന്നു. ആ ട്രെയിൻ യാത്രക്കാരനായ ഒരാൾ കൊല്ലപ്പെട്ടു. ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. അദ്ദേഹത്തെ ശ്വാസതടസ്സത്തെക്കുറിച്ച് തുടർന്ന് അബോധാവസ്ഥയിലാവുകയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നു. അപ്പോൾ 2 പേരാണ് മരിച്ചിരിക്കുന്നത്. വ്യാപകമായ രീതിയിലാണ് അക്രമം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രക്ഷോഭകാരികൾ പ്രധാനമായും റെയിൽവേ സ്റ്റേഷനുകൾക്കും ട്രെയിനുകൾക്കും നേരെയാണ് സമരമുറ എടുത്തിരിക്കുന്നത്. 340 ട്രെയിൻ സർവീസുകളാണ് ഇതുമൂലം നിർത്തിവെക്കേണ്ടി വന്നത്. ബീഹാറിൽ 10 ട്രെയിനുകളും യു.പിയിലും തെലങ്കാനയിലും ഓരോ ട്രെയിനുകൾ വീതവും പ്രക്ഷോഭകാരികൾ തീവച്ചിട്ടുണ്ട്. പ്രധാനമായും യുവാക്കളാണ് ഈ പ്രക്ഷോഭത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിന് പരസ്യമായ നേതൃത്വം ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ഈ സമരത്തിന് ഇന്ന് ഈ പ്രക്ഷോഭകാരികൾ പ്രഖ്യാപിച്ച സമരത്തിന് RJDയും ഇടതു പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ സമരം തന്നെയാണ് നടക്കുന്നത്. മറുഭാഗത്ത് കേന്ദ്ര സർക്കാർ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഈ പദ്ധതി നടപ്പാക്കുമെന്ന് തന്നെയാണ് ഇന്നലെയും ആവർത്തിച്ചു പ്രതിരോധ മന്ത്രി പറഞ്ഞത്. 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെയായിരുന്നു അഗ്നിപഥിൽ ചേരാനുള്ള പ്രായപരിധി. അത് 21 എന്നത് 23 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണമായി പറഞ്ഞത് കഴിഞ്ഞ 2 വർഷം ഈ കരസേനയുടെ അടക്കമുള്ള റിക്രൂട്ട്മെന്റ് റാലികൾ നടന്നിരുന്നില്ല. കോവിഡായിരുന്നു പ്രധാന തടസ്സമായി നിന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 2 വർഷം റിക്രൂട്ട്മെന്റ് നടക്കാതിരുന്നതിനാൽ അവർക്ക് കൂടി അവസരം ലഭ്യമാക്കാൻ വേണ്ടിയാണ് 2 വർഷത്തെ പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വ്യോമസേനയുടെ 24-ാം തീയതി മുതൽ വ്യോമസേനയുടെ അഗ്നിപഥിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആരംഭിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ തന്നെ റിക്രൂട്ട്മെന്റ് പൂർത്തിയാക്കി ആദ്യ ബാച്ചിന്റെ പരിശീലനം തുടങ്ങുമെന്നും വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. അത് ഈ ഒരു പ്രതിഷേധത്തിന് അയവ് വരുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും, അല്ലേ? വളരെ വേഗത്തിൽ റിക്രൂട്ട്മെന്റ് നടത്തി ഇതിലൊരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ ഒന്ന് ഈ ഒരു പ്രതിഷേധം കുറയ്ക്കാം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ആയിരിക്കുമോ വളരെ വേഗത്തിൽ റിക്രൂട്ട്മെന്റ് നടപടികളിലേക്കൊക്കെ കേന്ദ്രം നീങ്ങുന്നതും? ദിവ്യ, അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. വളരെ വേഗം റിക്രൂട്ട്മെന്റ് നടപടിയിലേക്ക് നീങ്ങിയാൽ കേന്ദ്രം ശക്തമായ ഒരു സന്ദേശം കൂടി നൽകുകയാണ്. ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളൊരു ശക്തമായ സന്ദേശം. ഒപ്പം തന്നെ ഇതിൽ ഒരു വിഭാഗം, ഇപ്പോൾ സമരത്തിൽ നിൽക്കുന്ന ഒരു വിഭാഗം പേരെങ്കിലും 4 വർഷത്തെ ജോലിയെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അതെങ്കിലും ആകട്ടെ എന്ന മട്ടില്ലെങ്കിലും അവർ ഈ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അതെല്ലാം കൂടി കണക്കാക്കി തന്നെയാണ് വളരെ വേഗത്തിൽ തന്നെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. പദ്ധതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ റിക്രൂട്ട്മെന്റ് റാലികൾക്കുള്ള തീയതി പ്രഖ്യാപിക്കുന്നു. എന്ന് മുതലാണ് ആദ്യ ബാച്ചിന്റെ പരിശീലനം ആരംഭിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരമൊരു പദ്ധതി വന്നാൽ വിശദമായ ചർച്ചകളും അതിനെല്ലാം ശേഷം വളരെ സാവധാനത്തിലാണ് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുക. എന്നാൽ വലിയ ഇന്ത്യൻ സേനയെ സംബന്ധിച്ച് വലിയ മാറ്റമാണ്. സേനയിൽ ഇനി ഓഫീസർ വിഭാഗത്തിലൊഴികെ മറ്റൊരു വിഭാഗത്തിലും നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 4 വർഷത്തേക്കാണ് ഇവർക്കെല്ലാം നിയമനം നൽകുന്നത്. 4 വർഷം കഴിഞ്ഞാൽ അതിൽ 75% പേർക്ക് പിരിഞ്ഞു പോകേണ്ടി വരും. പിരിഞ്ഞു പോകുമ്പോൾ പ്രധാനമായും പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളില്ല എന്നതാണ് ഈ പ്രധാനമായും ഉദ്യോഗാർത്ഥികളും പ്രക്ഷോഭകാരികളും ഉയർത്തിക്കാണിക്കുന്ന വിഷയം.
സാധാരണഗതിയിൽ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾക്ക് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ കുടുംബത്തിലെ ഏക ആശ്രയമാണ് വീട്ടിൽ നിന്ന് ഒരാൾ സൈന്യത്തിൽ ചേരുക എന്നുള്ളത്. ഒരാൾ സൈന്യത്തിൽ ചേരാൻ കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കുടുംബം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഉത്തരേന്ത്യയിലെ സാധാരണ പല ഗ്രാമങ്ങളിലെയും ഈ ദരിദ്ര ഗ്രാമങ്ങളിലെല്ലാം ഉള്ള അവസ്ഥ. എന്നാൽ അവർക്ക് ഇനി അങ്ങനെ ഒരാളെ പട്ടാളത്തിൽ ചേരാൻ കഴിഞ്ഞു, സൈന്യത്തിൽ ചേരാൻ കഴിഞ്ഞു എന്നുകൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല. 4 വർഷത്തിന് ശേഷം അയാൾ തന്നെ തൊഴിൽ രഹിതനായി തിരിച്ചു വരുന്ന ഒരവസ്ഥയാണ്. ഇതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം ഒരു അവസ്ഥ അവരുടെ ജീവിതത്തെ സെക്യൂർ ആക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറുന്നു. എന്നാൽ മറുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്, ഭരണകൂടം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കൂടുതൽ പേർക്ക് അവസരം നൽകുന്നു എന്നുള്ളതാണ്. കൂടുതൽ യുവാക്കൾക്ക്, ചെറുപ്പക്കാർക്ക് അവസരം നൽകുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സേനയുടെ പ്രായപരിധി 32 വയസ്സാണ്. അത് 24 25 വയസ്സായി താഴ്ത്താൻ കഴിയും എന്നും തുടങ്ങിയ വിഷയങ്ങളാണ്. ഇത് വിശദമായ പഠനത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നതെന്ന് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. കിരൺ, ഇതിൽ BJPക്ക് വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിലടക്കം ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ കർഷക സമരത്തിലടക്കം തുടക്കത്തിൽ അതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയായിരുന്നു കേന്ദ്ര നിലപാട്. പക്ഷേ ഈ പ്രതിഷേധം ശക്തമായതോടുകൂടി കേന്ദ്രത്തിന് ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരികയും കണ്ടു. അതിന് സമാനമായ സാഹചര്യം തന്നെ ഈ അഗ്നിപഥ് വിഷയത്തിലും കണ്ടുവരുന്നു എന്നാണോ പറയേണ്ടത്? ദിവ്യ, കർഷക സമരത്തെയും രാജ്യത്തെ യുവാക്കളുടെ സമരത്തെയും ഒരുപോലെ കാണാൻ കഴിയില്ല. കർഷക സമരം സ്വാഭാവികമായും കർഷകർ അവരുടെ കൃഷിക്കാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാ പക്വതയുള്ള വളരെയേറെ കാലം നിന്ന് വളരെ സാവധാനത്തിലാണ് അവരുടെ സമരം മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ സമരത്തിന് ദിവസങ്ങളോ മാസങ്ങളോ നീണ്ടുപോയിട്ടും സമരത്തിൽ നിന്ന് പിന്മാറാൻ ഇവരാരും തയ്യാറായില്ല. അവർ ദീർഘമായ സമരത്തിനാണ് തയ്യാറായത്. അങ്ങനെ മാസങ്ങളോളം എടുത്ത് സമരം ചെയ്താണ്, ഏകദേശം 1 വർഷത്തോളം സമരം ചെയ്താണ് അവർ ഒരു കരക്കടുപ്പിക്കാൻ കഴിഞ്ഞത്. ആ തരത്തിലേക്ക് ഒരു സമരത്തിന് ഈ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് അത്തരം ഒരു സമരത്തിലേക്ക് നീങ്ങാൻ കഴിയില്ല. ഈ സമരം തുടങ്ങി 2ാമത്തെ ദിവസം തന്നെ സമരം വലിയ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് മാറുകയായിരുന്നു. ട്രെയിനുകൾ തടയുക, ട്രെയിനുകൾ കത്തിക്കുക, പൊതുമുതലുകൾ അടിച്ച് നശിപ്പിക്കുക, ഇത്തരം ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് മാറുകയാണ്. അതൊരു വൈകാരിക കാർഷിക വിഷയത്തിനപ്പുറത്തേക്ക് ഒരു വൈകാരിക വിഷയം കൂടി ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലെ ചെറുപ്പക്കാർക്ക് ഇതിനുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ നഗരങ്ങളിലെ ചെറുപ്പക്കാർക്കോ മനസ്സിലാവാത്ത തരത്തിലേക്ക് ഈ ഗ്രാമങ്ങളിൽ സാധാരണ 10ാം ക്ലാസ് വരെയോ 12ാം ക്ലാസ് വരെയോ മാത്രം വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരാൾ, അയാൾക്ക് ഏതെങ്കിലും വിധേന അയാളുടെ ജീവിത ലക്ഷ്യം തന്നെ ഇവരെ പഠിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ ഇത്തരം ഗ്രാമങ്ങളിലെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. സർക്കാർ ജോലി, ഉയർന്ന സർക്കാർ ജോലി കിട്ടാനുള്ള മറ്റ് വിദ്യാഭ്യാസ യോഗ്യതയും കുറവാണ്. അവരെല്ലാം ആശ്രയിക്കുന്നത് ഈ ശാരീരിക ശേഷി കൊണ്ട് പട്ടാളത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഈ പട്ടാളത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു കുടുംബം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് ആ ഒരു കുടുംബം രക്ഷപ്പെടുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് ജോലി കിട്ടിയാലും കാര്യമില്ല, 4 വർഷം കഴിഞ്ഞ് പിരിഞ്ഞു പോകേണ്ട അവസ്ഥ ഉണ്ടാകും. അതിനുശേഷം പെൻഷനില്ല, മറ്റ് ആനുകൂല്യങ്ങളില്ല. ഇത്തരം ഒരു അവസ്ഥയെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്, ഇതിലെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യുവാക്കൾ പ്രക്ഷോഭത്തിലേക്ക് നിൽക്കുന്നത്. ആ പ്രക്ഷോഭം ഏത് തരത്തിലേക്ക് മുന്നേറും എന്ന് ഇനി നമുക്ക് പറയാൻ കഴിയില്ല. കർഷകരെ പോലെ ഒരു സംഘടിത രൂപം എന്തായാലും ഈ പ്രക്ഷോഭത്തിന്, അങ്ങനെ സംഘടിത രൂപമോ അല്ലെങ്കിൽ അതിനെ നയിക്കാൻ പ്രത്യേകമായ 1-2 നേതാക്കളോ ഇപ്പോൾ നിലവിൽ ഈ പ്രക്ഷോഭത്തിനില്ല. ഇതിനെ പിന്നീടും രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ അത്തരം ഒരു നേതൃത്വത്തിൽ വരുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. ഇപ്പോഴത്തെ നിലയിൽ അങ്ങനത്തെ ഒരു നേതൃത്വമോ ഏതെങ്കിലും സംഘടനകളുടെ പിന്തുണയോ ഈ പ്രക്ഷോഭകാരികൾക്കോ അല്ലെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികൾക്കോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായി അടിച്ചമർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നയം. അതിൻ്റെ ശക്തമായ സന്ദേശം എല്ലാവർക്കും നൽകുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് റിക്രൂട്ട്മെന്റ് റാലിക്കുള്ള തീയതി അടക്കം പ്രഖ്യാപിച്ചത്. ശരി, എന്തായാലും ഈ പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. 6 മാസത്തിനുള്ളിൽ തന്നെ അഗ്നിപഥ് പദ്ധതിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. വലിയ പ്രതിഷേധമാണ് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും അടക്കം പദ്ധതിക്കെതിരെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ പ്രതിഷേധത്തിൽ മരിച്ചവരുടെ എണ്ണം 2 ഉയരുകയും ചെയ്തിട്ടുണ്ട്. सीओडी कैंसिल हो गई? नहीं, सीओडी कैंसिल हो गई? हो गया ना सीओडी कैंसिल? एक हिस्सा बेटा, चलो
ना कहीं। जिस तरीके से जो है अग्निवीर योजना का आप देख सकते हैं कि लगातार जो है युवा इसको लेकर विरोध प्रदर्शन युवाओं का जारी है और पुलिस पर लगातार जो है यहाँ पर पथराव किया जा रहा है। അഗ്നിപഥിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങളാണിത്. എന്തായാലും പദ്ധതിയിൽ നിയമനം ഉടൻ എന്നാണ് കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ അറിയിച്ചത്. 2 ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കും. ഈ വർഷം ഡിസംബറോടെ പരിശീലനം ആരംഭിക്കും. നിയമനം നേടുന്നവർ 2023 പകുതിയോടെ സേനയിൽ പ്രവേശിക്കും. പദ്ധതിക്കെതിരെയുള്ള യുവാക്കളുടെ പ്രതിഷേധം കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണെന്നും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ പദ്ധതിയിൽ വിശ്വാസമുണ്ടാകുമെന്നും ജനറൽ വ്യക്തമാക്കി. ഒരിടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. വാർത്തയിലേക്ക്. ലോക കേരള സഭയ്ക്ക് പരസ്യമായി പിന്തുണ നൽകിയ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിൽ ലീഗിൽ അമർഷം. ലോക കേരള സഭ ബഹിഷ്കരിക്കണമെന്ന UDFന്റെ പൊതു തീരുമാനത്തിനെതിരാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടെന്നാണ് വിമർശനം. MA യൂസഫലി പറഞ്ഞത് ശരിയാണെന്നും പ്രവാസികളുടെ കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് ഒരുമിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി ഇന്നലെ പറഞ്ഞിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുകയാണ്. ഷഹീദ്, ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനമാവുകയാണ്. ഇന്നലെ അവിടെ നടന്ന ചർച്ചയിലൊക്കെ പ്രതിപക്ഷം പങ്കെടുക്കാത്തതിൽ വലിയ വിമർശനം MA യൂസഫലി അടക്കമുള്ള വലിയ വ്യവസായികളൊക്കെ ഉന്നയിച്ച കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ലോക കേരള സഭ ആ പരിപാടി സംഘടിപ്പിച്ചതിൽ എതിർപ്പില്ല, പ്രവാസികളുടെ കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് ഒരുമിക്കണമെന്ന നിലപാട് പി.കെ. കുഞ്ഞാലിക്കുട്ടി സ്വീകരിക്കുന്നത്. അത് പൊതുവായി ഏത് രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത്? ദിവ്യ, സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച് നടത്തുന്ന ലോക കേരള സഭ ബഹിഷ്കരിക്കാനാണ് UDFന്റെ തീരുമാനം. അത് UDF കേന്ദ്രങ്ങൾ അതിനെ പലപ്പോഴായി വിശദീകരിച്ചത് ഒന്ന്, ഇത് വലിയ ധൂർത്താണ്, വലിയ തോതിൽ സംസ്ഥാനത്തിന്റെ ഖജനാവിലെ പണം ധൂർത്തടിച്ച് പ്രവാസികൾക്ക് പോലും കൃത്യമായ ഫലം ലഭിക്കാത്ത ഒരു പരിപാടിയാണ് എന്നുള്ള ഒരു ആരോപണവും വിമർശനവുമുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ കേരളത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ചും സർക്കാരിനെതിരെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസ് നടപടിയെടുക്കുന്നു, പലരും ജയിലിലാകുന്നു, അറസ്റ്റിലാകുന്ന സാഹചര്യമൊക്കെയുണ്ട്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് UDF പൊതുവിൽ പോയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഈ ബഹിഷ്കരണ തീരുമാനം എടുക്കുമ്പോഴും മുസ്ലിം ലീഗിന്റെയും പ്രത്യേകിച്ചും പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ചില ആവശ്യങ്ങൾ ഉയർന്നു. അതായത് പ്രവാസി സംഘടനകളിൽപ്പെട്ട ആളുകളെ ഇതിൽ പങ്കെടുപ്പിക്കണം. UDF പൊതുവിൽ ബഹിഷ്കരിക്കുമ്പോഴും പ്രവാസി സംഘടനകളെ പങ്കെടുപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഇത് തത്വത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് KMCC ഉൾപ്പെടെയുള്ള പ്രവാസി സംഘടന, മുസ്ലിം ലീഗിന്റെ പ്രവാസി സംഘടനാ നേതാക്കന്മാർ ആ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോഴും ലോക കേരള സഭയ്ക്ക് വിമർശിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു നിലപാടാണ് UDF പൊതുവിൽ സ്വീകരിച്ചത്. ഇന്നലെ ലോക കേരള സഭയിൽ വ്യവസായിയായ MA യൂസഫലി പ്രതിപക്ഷത്തെ വിമർശിച്ചിരുന്നു. അതായത് ഈ തരത്തിൽ രാഷ്ട്രീയം, പ്രവാസികളുടെ വിഷയത്തിലും രാഷ്ട്രീയം കലർത്തുന്നത് ശരിയായ നടപടിയല്ല എന്ന്, നിലപാടല്ല എന്ന് യൂസഫലി വിമർശിച്ചു. അതിന് മറുപടിയായി VD സതീശൻ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് തങ്ങളുടെ ധൂർത്താണ് എന്ന് പറഞ്ഞത് 16 കോടി രൂപ ചെലവഴിച്ച് നടത്തിയ കേരള സഭ എങ്ങനെ അതിന്റെ സാങ്കത്യം എന്താണ് എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ യൂസഫലിക്ക് മറുപടി എന്നാണ് VD സതീശൻ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ വൈകിട്ട് കോട്ടയത്ത് പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് ഈ ലോക കേരള സഭയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന നിലപാടുണ്ടായത്. നേതാക്കന്മാർ വിട്ടുനിൽക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. തങ്ങൾക്ക് ലോക കേരള സഭയോട് പൂർണ്ണ പിന്തുണയാണുള്ളത്. യൂസഫലിയുടെ വിമർശനത്തെ തങ്ങൾ ബഹുമാനിക്കുന്നു, അത് അംഗീകരിക്കുന്നു. രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് തന്നെയാണ് തങ്ങളുടെ നിലപാട്. പ്രവാസികളുടെ വിഷയത്തിൽ കൂട്ടായി നിൽക്കണം എന്നുള്ളത് തന്നെയാണ് നിലപാട്. തങ്ങളുടെ പ്രതിനിധികൾ, പ്രവാസി സംഘടനാ പ്രതിനിധികളൊക്കെ അതിൽ പങ്കെടുത്തത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, ഈ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. അതായത് UDFും പ്രതിപക്ഷ നേതാവും ഒക്കെ പൊതുവിൽ ഈ ലോക കേരള സഭയ്ക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾ ഒന്നും അദ്ദേഹം ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ തങ്ങൾ പൂർണ്ണമായും അതിനെ പിന്തുണയ്ക്കുന്നു. ആ ഒരു സർക്കാരിന്റെ ഈ ഒരു നീക്കത്തിനെ പിന്തുണയ്ക്കുന്നു
എന്നുള്ള ഒരു നിലപാടിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി പോയി. അതാണിപ്പോൾ മുസ്ലിം ലീഗിനുള്ളിൽ അതിനെതിരെയുള്ള വിമർശനവും അതൃപ്തിയും ഒക്കെ പുകയുന്നത്. അതായത് സർക്കാർ അനുകൂല നിലപാട് കുറച്ചു കാലങ്ങളായി പി കെ കുഞ്ഞാലിക്കുട്ടി എടുക്കുന്നു എന്നുള്ള ഒരു വിമർശനമൊക്കെ മുസ്ലിം ലീഗിനകത്ത് വളരെ കൃത്യമായി കുറച്ചു കാലങ്ങളായി ഉണ്ട്. പക്ഷേ ഇത് വളരെ പ്രകടമായി പരസ്യമായി ഈ രീതിയിൽ UDF-ന്റെ പൊതു നിലപാടിന് വിരുദ്ധമായി സർക്കാർ അനുകൂല നിലപാടിലേക്ക് കുഞ്ഞാലിക്കുട്ടി പോകുന്നു. ഇന്നലത്തെ മാധ്യമങ്ങളോട് സംസാരിച്ച രീതി അത് ശരിയായ രീതിയല്ല. അത് ആ രീതിയിൽ പ്രകടമായി തന്നെ ഒരു സർക്കാർ അനുകൂല നിലപാടെടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഈ സമരങ്ങളിലൊക്കെ സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പോലീസ് നടപടിക്ക് വിധേയമാകുന്നു. പലപ്പോഴും പല ലീഗ് ഓഫീസുകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ പോലും ഈ രീതിയിലുള്ള ഒരു നഗ്നമായ അല്ലെങ്കിൽ തുറന്ന ഒരു പിന്തുണ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ശരിയല്ല. അത് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പാർട്ടി നിലപാടല്ല. ആ രീതിയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുന്നത് ശരിയല്ല. ലീഗിന്റെ പൊതു രാഷ്ട്രീയത്തെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കുന്നു. അത് പരസ്യമായി തന്നെ അത് ശ്രമിക്കുന്നു. അത് ശരിയല്ല എന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ പാർട്ടിയിലെ പല നേതാക്കന്മാരും എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ KM ഷാജി ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായി പരസ്യമായി വിമർശനം നേരത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ അദ്ദേഹം പ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് പ്രവർത്തകരെ തെരുവിൽ സംഘർഷത്തിന് വിട്ട് നേതാക്കന്മാർ രഹസ്യധാരണയുണ്ടാക്കുന്നു, കൂടിക്കാഴ്ചകൾ നടത്തുന്നു എന്നുള്ള വിമർശനം അദ്ദേഹം ഉയർത്തിയിരുന്നു. KM ഷാജി ഉൾപ്പെടെയുള്ളവർ, KPA മജീദ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയും എതിർപ്പും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഷഹീദ, ഇതിൽ ഈ ലോക കേരള സഭയ്ക്ക് പിന്തുണ നൽകുന്നു എന്നതിലപ്പുറം മറ്റൊട്ടേറെ രാഷ്ട്രീയ മാനങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിലൂടെ ഉണ്ട്. അത് തുറന്നു പറയുകയാണെന്ന് വേണം മനസ്സിലാക്കാനല്ലേ? കാരണം ഈ സ്വപ്ന സുരേഷിലടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധവും സമരവുമാണ് സർക്കാരിനെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സർക്കാർ വിരുദ്ധ സമരങ്ങളിലൊന്നും ഭാഗമാകാതെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു നിലപാടും വ്യക്തമാക്കാതെ പി കെ കുഞ്ഞാലിക്കുട്ടി മാറി നിൽക്കുമ്പോൾ അത് UDF നിലപാടിന്റെ പൊതു ശബ്ദത്തിനെതിരെ ഒരു അഭിപ്രായം എന്ന രീതിയിലായാണോ കാണേണ്ടത്? ദിവ്യ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. അത്തരം ഒരു ചിന്തയും വിമർശനവും ഒക്കെ ലീഗിനകത്ത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ സ്വപ്ന സുരേഷ് വിഷയത്തിൽ സ്വപ്ന സുരേഷിന്റെ വാക്കുകളെ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും സർക്കാരിനെ എതിരെയുള്ള വലിയ ഗുരുതരമായ ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ ഉയരുമ്പോഴും ഇത്തരം വിഷയങ്ങളിലൊക്കെ എടുത്തുചാടി പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും വന്നിരുന്ന മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഒക്കെ കളത്തിലില്ലാത്തൊരു സാഹചര്യം തുടക്കഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് പാർട്ടിക്കുള്ളിൽ വലിയ എതിർപ്പും വിമർശനവും ഉയർന്നപ്പോഴാണ് ആ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. ഇത് സ്വപ്ന സുരേഷ് വിഷയത്തിൽ മാത്രമല്ല, ഏറ്റവും ഒടുവിൽ കേരളം ചർച്ച ചെയ്ത കേരയിൽ പ്രതിഷേധത്തിൽ പോലും യൂത്ത് ലീഗ്, മുസ്ലിം ലീഗും ഒന്നും ആ രീതിയിലുള്ള സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടിയിലേക്ക് പോയിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആ രീതിയിലുള്ള ചർച്ച കാരണമായിരുന്നു. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു വിഭാഗം, മുസ്ലിം ലീഗിനുള്ളിൽ ഒരു വിഭാഗം, അദ്ദേഹത്തിന്റെ വ്യക്തിപരവും രാഷ്ട്രീയമായ താല്പര്യം, അത് ഏത് താല്പര്യമാണ് എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ വിലയിരുത്തലുകളൊക്കെ ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ ആ ഒരു വിഭാഗം ഈ സർക്കാർ അനുകൂല നിലപാടിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കങ്ങളിലേക്ക് നടക്കുന്നില്ല. സർക്കാരിനോട് മൃദു സമീപനം സ്വീകരിക്കുന്നു. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുന്നില്ല, വിമർശനങ്ങൾ ഉയർത്തുന്നില്ല എന്നുള്ള ഒരു പരാതിയും ആക്ഷേപവും ഒക്കെ ഈ വിഷയങ്ങളിലൊക്കെ, കേരളയിൽ വിഷയം, അതിനുശേഷം സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷെ അതിന്റെ ഏറ്റവും പ്രകടമായ രൂപമാണ് ഈ ലോക കേരള സഭ വിഷയത്തിലേക്ക് വന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം. നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നത് ശ്രീ ഫസൽ ഗഫൂർ. ഇത് ഈ കേരള സഭയുടെ കാര്യത്തിൽ മാത്രമല്ല, നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി ഷഹീദ് ചൂണ്ടിക്കാണിച്ച പോലെ കേരളയുടെ കാര്യത്തിലായാലും സ്വപ്ന സുരേഷ് വിവാദത്തിലായാലും സർക്കാരിനെതിരെ ഒരു മൃദു സമീപനമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ ഒരു വിട്ടുനിൽക്കലിനെ അല്ലെങ്കിൽ പൊതുവായുള്ള ഈ മൃദു സമീപനത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? എന്തൊരു രാഷ്ട്രീയ ചോദ്യമാണത്. MESന്റെ പ്രസിഡന്റ് അതിന് മറുപടി പറയാമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം മറ്റൊരു സംഘടനയുടെ നേതാവാണ് കുഞ്ഞാലിക്കുട്ടി. പക്ഷേ ഈ കേരള ലോകസഭയുടെ അല്ലെങ്കിൽ ലോകസഭയുടെ അതിന്റെ ഇതിനെ പറ്റി എന്റെ ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറയാം. അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തിയത് ശരിയല്ല. അതിൽ അങ്ങനെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പമാണ് ആ കാര്യത്തിൽ. കാരണം ഈ പ്രവാസികളുടെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എക്കോണമിയാണ് നമ്മുടെ. ആ എക്കോണമിയിൽ നമ്മൾ കാണുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഇവിടുത്തെ ആൾക്കാരുടെ ഇല്ലാന്നല്ല, ഞങ്ങൾ പ്രവാസികളല്ല. അപ്പൊ ഞങ്ങളുടെയൊക്കെ തന്നെ വലിയ MES ആയിട്ടുള്ള SNDP അങ്ങനത്തെ സംഘടന വിദ്യാഭ്യാസം മറ്റു വല്ല രംഗങ്ങളും ഉണ്ടെങ്കിൽ കൂടി ഇതിന് അതൊരു വിവാദമാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ MA യൂസുഫിന്റെ പ്രസംഗം കേട്ടു സഭയിൽ തന്നെ. അദ്ദേഹം അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൽ രാഷ്ട്രീയം കൂട്ടി കലർത്താൻ പാടില്ല എന്നുള്ളത്.
അപ്പൊ അതിനോട് ഞങ്ങൾ യോജിക്കണം. മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചോദ്യമായതുകൊണ്ട് ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു. അതെ അതെ, അതൊരു വശത്തിലുണ്ട്. പക്ഷേ അപ്പോഴും ഇതിനെതിരെ UDF ഒരു പൊതുവായ നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ അത്തരം ആ ഒരു പൊതു ശബ്ദത്തോട് PK കുഞ്ഞാലിക്കുട്ടി ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ, ഇത് ആദ്യമായല്ല, പല വിഷയങ്ങളും ഉണ്ടാകുന്നു, ഈ എതിർപ്പ് വളരെ പ്രകടമായി തന്നെ പറയുമ്പോൾ അത് തുറന്നു പറയുന്ന രാഷ്ട്രീയം മറ്റൊന്നല്ലേ? അല്ലല്ല, അതിൽ കാര്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ പ്രവാസി സംഘടന എന്ന് പറഞ്ഞാൽ KMCC, അതായത് മുസ്ലിം ലീഗിന്റെ പ്രവാസി സംഘടനയാണ് ഏറ്റവും അധികം അംഗങ്ങളുള്ളതും ഏറ്റവും അധികം സൽപ്രവർത്തനങ്ങളും ഏർപ്പെട്ടിട്ടുള്ളത്. ആ സഭ ഇവിടെ അതായത് അംഗങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നത്. കാരണം അവരുടെ മാതൃസംഘടനയായിട്ടുള്ള ലീഗിൽ ആരെങ്കിലും അത് എതിർത്താൽ, പ്രത്യേകിച്ച് യൂസഫ് അലി അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്ന സ്ഥിതി ഉള്ളതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങനത്തെ ഒരു സമീപനം, ഒരു മൃദു സമീപനം ഇക്കാര്യത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. അല്ല അതിനെ വളരെ ശക്തമായിട്ട് എതിർക്കാൻ പറ്റുകയില്ല. അദ്ദേഹം ഒരു പ്രതിസന്ധിയിലാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ. ശരി, അതായത് ഇതിൽ UDF സ്വീകരിച്ച, അല്ലെങ്കിൽ ഇത് ബഹിഷ്കരിക്കണമെന്ന് സ്വീകരിച്ച ആ ഒരു നിലപാടായിരുന്നു തെറ്റ് എന്ന അഭിപ്രായം ആണ് താങ്കൾക്കല്ലേ? അല്ല, അത് വളരെയേറെ ഇത് ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അതിൽ ദൂർത്തുണ്ടോ മറ്റുണ്ടോ അതെല്ലാം വേറെ വിഷയങ്ങളാണ്. അപ്പൊ അതിനെ ബഹിഷ്കരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പൊ 3-4 പ്രശ്നങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയത്ത്, ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സേനയിലെ, ഇന്ത്യൻ സേനയിലെ ഇപ്പോഴത്തെ ഈ റിക്രൂട്ട്മെന്റ് തെറ്റായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിക്രൂട്ട്മെന്റ്, അഗ്നിവീർ, അപ്പുറത്തെ ഭാഗത്ത് രാഹുൽ ഗാന്ധിക്കൊക്കെ എതിരായിട്ടുള്ള EDയുടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. 3, ഇവിടെ മുഖ്യമന്ത്രിയുടെ ബന്ധപ്പെട്ട പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ആ സമയത്ത് പോയിട്ട് ഇനി 4ാമത്തെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശരി, വളരെയധികം നന്ദി ശ്രീ ഫസൽ ഗഫൂർ പ്രതികരിച്ചതിന്. ഷഹീദിലേക്ക് ഒരിക്കൽ കൂടി. ഷഹീദ്, ഇതുവരെയുള്ള ഇത്തരം നിലപാടുകൾ, PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടുകൾ, സർക്കാരിനെതിരെയുള്ള മൃദു സമീപനം അടക്കമുള്ള കാര്യങ്ങൾ, അത് ഈ വിട്ടുനിൽക്കലിനെ, എതിർപ്പിനെ എങ്ങനെയാണ് UDF ഇതിനോടകം വിലയിരുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ദിവ്യ, UDFൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗത്തിന്, പ്രത്യേകിച്ചും VD സതീശന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിന് ഈ കാര്യത്തിൽ വലിയ വിമർശനവും എതിർപ്പും ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ട്. കാരണം ഈ രീതിയിൽ വളരെ അഗ്രസീവായി, വളരെ വലിയ രീതിയിലുള്ള സർക്കാർ വിരുദ്ധ, CPM വിരുദ്ധ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ മുന്നിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിനെ കുറച്ചു കാലമായി ആ രീതിയിലുള്ള ഒരു തീവ്ര സ്വഭാവത്തിലേക്ക് പ്രതിഷേധത്തിലും പ്രക്ഷോഭത്തിലും കാണാനില്ല എന്നുള്ള കാര്യം കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്, ആശങ്കയിലാക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളൊരു വസ്തു തന്നെയാണ്. പക്ഷെ അത് ആ രീതിയിലുള്ള ചർച്ചകളിലേക്ക് അത് UDFനകത്ത് പോയിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അത്തരം ഒരു മുന്നണി, ഇതിന്റെ ഒരു പ്രകടമായ ഒരു മുന്നണി മാറ്റത്തിന്റെ മുന്നോടിയായിട്ടുള്ള ചില നീക്കങ്ങളാണ് ഇതെന്നുള്ള വ്യാഖ്യാനങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിരുന്നു. പക്ഷെ അപ്പോഴൊന്നും UDF ആ വിഷയത്തിൽ അതിനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചയൊന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളൊരു വസ്തുത. പക്ഷെ അപ്പോൾ പോലും കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും പരാതികളുമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ UDF യോഗത്തിൽ പോലും അത്തരം ചില വിമർശനങ്ങൾ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ സ്വന്തം നിലയിലോ UDFന്റെ കൂട്ടായ പ്രക്ഷോഭ പരിപാടികളിലോ ഒന്നും ആ രീതിയിലുള്ള സാന്നിധ്യത്തിലേക്ക് കാണുന്നില്ല എന്നുള്ളൊരു വിമർശനമൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഈ വിഷയത്തിൽ ആശയക്കുഴപ്പവും ആശങ്കയുമുണ്ട്. ഈ ലീഗിന്റെ ഈ നിലപാട് ഏത് രീതിയിലാണ് ഇനി ഭാവിയിൽ രാഷ്ട്രീയ സ്വഭാവമായി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് സംബന്ധിച്ച്, പ്രത്യേകിച്ചും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നുണ്ട്, അതിനുശേഷം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലീഗിന്റെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വഭാവ മാറ്റത്തിന്റെ സൂചനയാണോ ഈ ഇപ്പോൾ കാണുന്ന പ്രകടമാവുന്ന ഈ കാര്യങ്ങൾ എന്നുള്ള ആശങ്കയൊക്കെ കോൺഗ്രസിനകത്തുണ്ട്. പക്ഷെ അത് തുറന്നുള്ള ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഈ രീതിയിൽ വളരെ ഇപ്പോൾ ഈ വിമർശനം ഉയരുന്നത് മുസ്ലിം ലീഗിനുള്ളിലാണ്. മുസ്ലിം ലീഗിനുള്ളിൽ ഈ രീതിയിൽ പ്രത്യേകിച്ചും തുടർഭരണം, LDFന് തുടർഭരണം കിട്ടി 2ാം ടേമിലും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ശേഷമാണ് ഈ രീതിയിലുള്ള ഒരു മാറ്റം, മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെ ഒരു മാറ്റം കണ്ടു തുടങ്ങിയത്. ആ ഘട്ടത്തിൽ തന്നെ മറുവിഭാഗം MK മുനീറിന്റെയും ഷാജിയും ഉൾപ്പെടെയുള്ള പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ 2ാം നിര നേതാക്കന്മാരിൽ MLA ആകാത്ത മറ്റു നേതാക്കന്മാരുൾപ്പെടെയുള്ളവരെല്ലാം ഈ നീക്കത്തിന് വളരെ കൃത്യമായ എതിർപ്പ് പാർട്ടിക്കുള്ളിൽ ഉയർത്തി വരുന്നുണ്ട്. പാർട്ടി ഫോറങ്ങളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ ഇത്തരം ചില സൂചനകൾ, ഇത്തരം ചില സന്ദേശങ്ങൾ നൽകുന്ന പെരുമാറ്റങ്ങൾ ഈ വിഭാഗം നേതാക്കന്മാരുടെ, കുഞ്ഞാലിക്കുട്ടിയുടെ, ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ ഒരു തുറന്ന ചർച്ചയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന തരത്തിലേക്ക് മാറിയേക്കാം അല്ലേ ഷഹീദ്?
നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്നലത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ നിലപാട് വളരെ പരസ്യമായ നിലപാട് പ്രഖ്യാപനമായി ഈ ലീഗിനകത്തുള്ള അദ്ദേഹത്തിന്റെ നീക്കത്തിന് വിമർശിക്കുന്നവർ, എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ തുറന്നു പറഞ്ഞു തന്നെ പോകാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് മറുവിഭാഗം എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് തുറന്ന ചർച്ചയിലേക്ക് ലീഗിനകത്ത് പോകുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരുപക്ഷെ നമ്മൾ വരും സമയങ്ങളിൽ തന്നെ ഏതെങ്കിലും ചില നേതാക്കന്മാർ അത്തരത്തിൽ തുറന്ന വിമർശനത്തിലേക്ക് പരസ്യമായി തന്നെ വരുമെന്നുള്ളൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കെ എം ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പോൾ വിദേശത്താണ്, ഗൾഫിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്തിയതിനു ശേഷം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടേണ്ട സാഹചര്യം കൂടി ഉണ്ട്. കെ എം ഷാജിക്ക് പുറമെ മറ്റ് നേതാക്കളുടെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ നമുക്ക്? ദിവ്യ, ഈ വിഷയത്തിൽ അല്പം മുമ്പ് കെ എൻ എ ഖാദറിന്റെ ഒരു മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ലോക കേരള സഭാ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് നമുക്ക് പക്ഷെ വായിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അതിന്റെ ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് അത് സർക്കാരിനെ അല്ലെങ്കിൽ ലോക കേരള സഭയെ വിമർശിക്കുന്ന തരത്തിലുള്ളതാണ്. പക്ഷെ അത് അല്പസമയത്ത് മുമ്പ് തന്നെ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതായത് സർക്കാരിനെയും ലോക കേരള സഭയും വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹത്തിന്റെ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പക്ഷെ നമുക്ക് കാണാത്തതുകൊണ്ട് കൃത്യമായി പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല, ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ രീതിയിൽ നേതാക്കന്മാർക്കിടയിൽ ഇതിനകത്തുള്ള വിമർശനം ഉണ്ട്. പക്ഷെ അത് പരസ്യമായി ഇതുവരെ വന്നിട്ടില്ല. കെ പി എ മജീദ് ഉൾപ്പെടെയുള്ളവർക്ക് കടുത്ത വിമർശനം ഈ വിഷയത്തിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന ഈ സർക്കാർ അനുകൂല നിലപാടുകൾ, പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയ വിഷയങ്ങളിലെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഒരു നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിന് അതിനുവേണ്ടി ഒരു ടീം അദ്ദേഹത്തിനുണ്ട്. നിരന്തരമായി FB പോസ്റ്റുകൾ കൈകാര്യം ചെയ്യും. പക്ഷേ കഴിഞ്ഞ ഈ വിഷയങ്ങളിലെല്ലാം ഒരു FB പോസ്റ്റ് പോലും പി കെ കുഞ്ഞാലിക്കുട്ടിയുടേത് വന്നിട്ടില്ല. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ വിമർശിക്കുന്ന തരത്തിൽ വന്നിട്ടില്ല. ഇതൊരു തുറന്ന ചർച്ചയായി കഴിഞ്ഞാൽ ഈ പാർട്ടിക്കകത്ത് തന്നെയുള്ള ഈ വിരുദ്ധ അഭിപ്രായ ഭിന്നത അതൊരു പക്ഷേ തുറന്ന് പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തിയേക്കാം എന്ന ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കാമല്ലേ അതൊരു ചർച്ചയിലേക്ക് അടക്കം പോകാത്തതും? തീർച്ചയായും ആ രീതിയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല, തുറന്ന ചർച്ചയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് അത് അധികകാലം ഇങ്ങനെ മൂടി വെച്ചുകൊണ്ടുള്ള പാർട്ടിക്കുള്ളിൽ മാത്രം ഈ ചർച്ചയെ നിർത്താൻ കഴിയുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ മറുവിഭാഗം കുഞ്ഞാലിക്കുട്ടി പക്ഷം വളരെ കൃത്യമായ രീതിയിലുള്ള ഓരോ ചുവടുവെപ്പുകൾ നടത്തുന്നു എന്നുള്ള ഒരു വിമർശനവും പരാതിയും ആക്ഷേപവും ഒക്കെ മറുവിഭാഗത്തിനുണ്ട്. സർക്കാർ അനുകൂലമായ നിലപാടിലേക്കുള്ള കൃത്യമായ ചുവടുവെപ്പുകൾ ഓരോ സംഭവത്തിലും നടത്തുന്നു. ഇനി ഇത് തുറന്നു പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു തീരുമാനവും അല്ലെങ്കിൽ അത്തരമൊരു ചിന്തയും ഒക്കെ മറുവിഭാഗത്തിനകത്തുണ്ട്. പക്ഷെ അതിന് എത്രത്തോളം ആളുകൾ തയ്യാറാകും? ഒരുപക്ഷെ കെ എം ഷാജി അത് തുറന്നു പറഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ ചരിത്രത്തിൽ അത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞാലിക്കുട്ടി KT ജലീൽ കൂടിക്കാഴ്ചയെ പോലും അദ്ദേഹം പ്രത്യക്ഷമായി നമുക്ക് തോന്നുന്ന തരത്തിൽ പരോക്ഷമായി അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ഒരുപക്ഷെ കെ എം ഷാജിയുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. മറ്റ് നേതാക്കന്മാർ ഇതിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഇത് ഏത് രീതിയിലേക്കാണ് ഉരുത്തിരിയുന്നത്, രൂപപ്പെട്ട് വരുന്നത് എന്നത് ആശ്രയിച്ചിരിക്കും. ഒരുപക്ഷെ ഈ നീക്കം ഇപ്പം പലരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ LDF എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകാനുള്ള ഒരു നീക്കമായി അത് തുടരുകയാണെങ്കിൽ, അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ആ സമയത്ത് വളരെ കൃത്യമായ രീതിയിലുള്ള എതിർപ്പും ഒരു കലാപാന്തരീക്ഷവും മുസ്ലിം ലീഗിന് അകത്തുണ്ടാകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അല്ലെങ്കിൽ അത് കൃത്യമായി അങ്ങനെ ഉണ്ടാകും. ആ ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ കൂടുതൽ നേതാക്കന്മാർ പരസ്യമായ നിലപാടുമായി രംഗത്ത് വരാനുള്ള സാഹചര്യം ഉണ്ടാവുക. അതിന്റെ മുമ്പ് ഇത് അങ്ങോട്ടുള്ള വഴി അടയ്ക്കാൻ എത്ര നേതാക്കന്മാർ പരസ്യമായി രംഗത്ത് വന്ന് തയ്യാറാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, ലോക കേരള സഭയ്ക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി നൽകിയ പരസ്യ പിന്തുണയാണ് വാർത്തയാകുന്നത്. ഇതിനെതിരെയാണ് ലീഗിനകത്ത് തന്നെ അമർഷം പുകയുന്നത്. സഭ ബഹിഷ്കരിക്കണമെന്ന UDFന്റെ പൊതു തീരുമാനത്തിനെതിരാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് എന്നാണ് പൊതുവെ ഉയരുന്ന വിമർശനം. വാർത്തയുടെ വിശദാംശങ്ങളാണ് മുഹമ്മദ് ഷഹീദ് നൽകിയത്. ഒരിടവേള. മറ്റു വാർത്തയിലേക്ക്. മന്ത്രി വീണ ജോർജിന്റെ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ ജീവനക്കാരിയെ പ്രേരിപ്പിച്ചെന്ന കേസിൽ ക്രൈം നന്ദകുമാർ റിമാൻഡിൽ. പരാതിക്കാരിയെ സോഷ്യൽ മീഡിയയിലൂടെയും നന്ദകുമാർ അപമാനിക്കാൻ ശ്രമിച്ചതായി പോലീസ്. പിടിച്ചെടുത്ത മൊബൈൽ ഫോണും ഹാർഡ് ഡിസ്കുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. അതേസമയം പരാതിക്കാരിക്ക് അനുകൂലമായി നന്ദകുമാറിന്റെ വനിതാ ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയേക്കുമെന്നാണ് സൂചന. മന്ത്രി വീണ ജോർജിന്റെ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ ജീവനക്കാരിയെ പ്രേരിപ്പിച്ച കേസിൽ ക്രൈം നന്ദകുമാറിനെതിരെ ശക്തമായ നീക്കങ്ങളുമായി പോലീസ്.
നന്ദകുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി കാക്കനാട് സ്വദേശിയായ പരാതിക്കാരിയിൽ നിന്ന് പോലീസ് കൂടുതൽ വിവരങ്ങൾ തേടി. സോഷ്യൽ മീഡിയയിലൂടെയും നന്ദകുമാർ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചതായി പരാതിക്കാരി പോലീസിന് മൊഴി നൽകി. IT വകുപ്പുകളും നന്ദകുമാറിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അപമര്യാദയായി പെരുമാറുക, ഭീഷണിപ്പെടുത്തുക, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറുക, SC/ST പ്രിവെൻഷൻ ആക്ടിലെ വിവിധ വകുപ്പുകളുമാണ് നന്ദകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. നന്ദകുമാറിന്റെ കലൂരിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോണും ഹാർഡ് ഡിസ്കുകളും പിടിച്ചെടുത്തിരുന്നു. അന്വേഷണ സംഘം യോഗം ചേർന്ന ശേഷം ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. അന്വേഷണത്തിന്റെ ഭാഗമായി നന്ദകുമാറിന്റെ ജീവനക്കാരിൽ നിന്ന് വിശദമായി മൊഴിയെടുക്കും. പരാതിക്കാരിയോട് നന്ദകുമാർ മോശമായി പെരുമാറിയതിന് വനിതാ ജീവനക്കാരിൽ ചിലർ സാക്ഷികളാണ്. ഇവർ പരാതിക്കാരിക്ക് അനുകൂലമായി മൊഴി നൽകിയേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. മൂന്നാം ലോക കേരള സഭ ഇന്ന് അവസാനിക്കും. നിയമസഭാ സ്പീക്കറുടെ സമാപന പ്രസംഗത്തോടെയാകും ലോക കേരള സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുക. 2 ദിവസമായി നടന്ന ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും. വിഷയാടിസ്ഥാനത്തിലുള്ള 8 സമിതികളുടെ റിപ്പോർട്ട് രാവിലെ അവതരിപ്പിക്കും. കോടീശ്വരന്മാരും ശതകോടീശ്വരരും തിങ്ങി നിറഞ്ഞ ലോക കേരള സഭയിൽ ഇന്നലെ കയ്യടി നേടിയതും ഹൃദയം കവർന്നതും സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്. 31 വർഷമായി മണലാരണ്യത്തിൽ വീട്ടുജോലി ചെയ്യുന്ന എലിസബത്ത്. അവർ ജീവിതം പറഞ്ഞപ്പോൾ സഭ സ്തംഭിച്ചിരുന്നു. ആശ്വാസവാക്കുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ചേർത്തു പിടിച്ചപ്പോൾ എലിസബത്ത് പൊട്ടിക്കരഞ്ഞു. സദസ്സിന്റെയും വേദിയുടെയും ഗരിമയും പകിട്ടും കണ്ട അമ്പരന്നാണ് എലിസബത്ത് സംസാരിക്കാനെത്തിയത്. പിന്നെ അവർ ജീവിത കഥ പറഞ്ഞു. ഞാൻ 31 വർഷമായിട്ട് വീട്ടുജോലി തന്നെ ചെയ്താണ് ജീവിക്കുന്നത്. ഞാൻ 8 വയസ്സ് തുടങ്ങി ഒരു വീട്ടിൽ ജോലിക്ക് നിന്നിട്ട് 18 വയസ്സിൽ എന്നെ കല്യാണം കഴിച്ചു വിട്ട ഒരു മെൻ്റൽ രോഗിയായിരുന്നു. ഭർത്താവും അനിയനും അങ്ങനെയുള്ളവരായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് 2 കുട്ടികളായി. അസ്ലാമു അലൈക്കും എന്ന് കേട്ടപ്പോൾ ഒരിക്കൽ ഈശോ മിശിഹായ്ക്കും സ്തുതി പറഞ്ഞു എലിസബത്ത്. ആ 30 വയസ്സിൽ ഖത്തറിൽ പോയി ഇറങ്ങുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഞാനിവിടെ ഉടുപ്പിട്ടവർ അച്ഛന്മാരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെ ചെന്ന് ഇങ്ങനെ ഉടുപ്പിട്ടവരെ കണ്ടപ്പോൾ ഞാൻ സ്തുതി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല. അങ്ങനെ ഇസ്ലാം അലൈക്കും പറയുമ്പോൾ ഞാനും പറയും അത് തന്നെ, ഗുഡ് മോർണിംഗ് പറയും. അങ്ങനെ എല്ലാം ഓരോ പൊട്ടത്തരങ്ങളുമായിരുന്നു. ഒരു മലയാളി വീട്ടിലാണ് കിട്ടിയിട്ട് അവിടെ നിന്ന് 30 റിയാലും തന്ന് നമ്മളെ പറഞ്ഞു വിടും. പറഞ്ഞു വിടിയാൽ അവിടെ തന്നെ നിൽക്കണം. ചിക്കൻ ബോക്സ് വന്നപ്പോഴും അവർ എന്നിട്ട് അതിൽ നിന്ന് 20 റിയാൽ മരുന്ന് മേടിച്ചിട്ട് 10 റിയാലും എനിക്ക് തന്നെ. എന്നിട്ട് ഒരു ഭക്ഷണം മേടിച്ചിട്ട് ഭക്ഷണം കഴിച്ച് അവർ കച്ചറ കൊണ്ടുപോയിട്ടിട്ട് ആ കച്ചറയിൽ നിന്ന് ഞാൻ ഭക്ഷണം കൊടുത്ത് കഴിച്ചിട്ടുണ്ട്. എനിക്ക് വിശന്നിട്ട്. അതേപോലെ 3 പതിറ്റാണ്ടിലേറെ വീട്ടുവേല ചെയ്തിട്ടും ഇനിയും കടം ബാക്കി. അസാധാരണ ജീവിത കഥ കേട്ട് ആരോഗ്യമന്ത്രി എലിസബത്തിനെ അടുത്തിരുത്തി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴും പൊട്ടിക്കരഞ്ഞു എലിസബത്ത്. ന്യൂസ് 18 തിരുവനന്തപുരം. എന്തിനേയും ചോദ്യം ചെയ്യുന്നത് മലയാളിയുടെ ശീലമെന്ന് റസൂൽ പൂക്കുട്ടി. ചോദ്യം ചെയ്ത മലയാളി നെല്ലും പതിരും കണ്ടെത്തും. MA യൂസഫ് അലിയെയും ആടുജീവിതത്തിലെ നജീബിനെയും ഒരു കൂരയ്ക്ക് കീഴിലിരുത്തുന്നു എന്നതാണ് ലോക കേരള സഭയുടെ പ്രസക്തി. സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമ അടുത്ത വർഷം തിയേറ്ററിലെത്തുമെന്നും റസൂൽ പൂക്കുട്ടി പറഞ്ഞു. നിരവധി പ്രമുഖ വ്യക്തികളാണ് ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നത്. ഇതിൽ വ്യത്യസ്തനായ ഒരു മലയാളികൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രമുഖനായ വ്യക്തിയാണ് റസൂൽ പൂക്കുട്ടി. എന്താണ് മിനിറ്റുകൾക്ക് വിലയാണ് അങ്ങയുടെ ഓരോ മിനിറ്റുകൾക്ക്? കാരണം അത്ര തിരക്കുള്ള ഒരു സിനിമ രംഗത്ത് പ്രവർത്തിക്കാണ് താങ്കൾ. എന്താണ് താങ്കൾ അത്തരമൊരു രംഗത്ത് നിന്ന് മാറിയിട്ട് ഇത്ര ഒരു ഫോറത്തിൽ പങ്കെടുക്കാനുള്ള കാരണം? ആളുകളുടെ സമയത്തിന് വില പറയല്ലേ, അത് വളരെ മോശമായ ഒരു പ്രവണതയാണ്. എന്തിനാണ് ഞാനിവിടെ വന്നത്? ഞാനും കഴിഞ്ഞ 30 വർഷമായിട്ട് കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിനെ പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കേരളത്തിനെ പറ്റിയും കേരളത്തിലെ ജനങ്ങളെ പറ്റിയും അവരുടെ ആവശ്യങ്ങളെ പറ്റിയും ഞങ്ങളുടെ ആവശ്യങ്ങളെ പറ്റിയും വിശിഷ്യ എനിക്കൊരു ഒരു 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 കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ കേരള ലോകസഭയിൽ ഞാൻ എൻ്റേതായിട്ടുള്ള തോട്ട് പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇവിടെ കൊടുക്കാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. എന്താണ് ഈ കഴിഞ്ഞ 2 സഭകൾ വ്യത്യാസമായിട്ട് ഇപ്പോൾ ഇത്തവണ ഒരു എന്തെങ്കിലും പ്രത്യേകതയായിട്ട് തോന്നുന്നുണ്ടോ? ഒരു അപ്ഡേഷൻ എന്താണ് കണ്ടിട്ടുള്ളത്? അത് കുറേ ആളുകൾ മാറി, കുറേ ആളുകൾ വന്നു. അതുകൊണ്ട് പുതിയ വ്യൂ പോയിൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇത് ഒരു സഭയുടെ ഡിക്കോറം ഇപ്പോൾ അത് പ്രോപ്പറായി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷവും അതൊരു വളരെയധികം ടീച്ചിങ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇന്ന് അത് എല്ലാം മാറി എന്നൊരു നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന, നല്ല രീതിയിൽ ഒരുപക്ഷെ വളരെ നല്ല രീതിയിൽ പുതിയൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുന്ന, പുതിയ ചലഞ്ചസ് മനസ്സിലാകുന്ന, ഞങ്ങൾ ഇന്ത്യക്ക് പുറത്തും വർക്ക് ചെയ്യുന്ന ആളുകളുടെ പെർസ്പെക്റ്റീവും അവിടുത്തെ
ടെക്നോളജി ആയാലും സയൻസ് ആയാലും പിന്നെ എന്തിനെ പറ്റിയുമുള്ള വ്യൂ പോയിൻറ്റ്സും അവരുടെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും എന്തൊക്കെയാണ് നമ്മൾ ഇനി വിട്ടുപോകുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഡെക്കേഡ് വാസ് എ ഡെക്കേഡ് ഓഫ് ഇൻഫർമേഷൻ റെവല്യൂഷൻ. ദ നെക്സ്റ്റ് ഡെക്കേഡ് ഈസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. വി ഷുഡ് നോട്ട് മിസ് ദ ബസ്. ഇത് ആരാണ് നമുക്ക് പറഞ്ഞു തരിക? ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന ആളുകളാണ്. അത് മോസ്റ്റ് ഓഫ് ദം ഇന്ത്യൻസ് ആണ്. അതിൽ മലയാളികൾ വലിയൊരു ഭാഗമുണ്ട്. അവരൊക്കെ വന്ന് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊള്ളണം. അതിന് വേണ്ടുന്ന മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. അതിനുള്ളൊരു സഭയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇതൊക്കെ അബ്സർവ് ചെയ്തൊക്കെ വന്നിട്ട് കേരളം മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? കേരളം മാറേണ്ട, കേരളത്തിൽ ലെജിസ്ലേഷൻ മാറിയാൽ പോരെ? ലെജിസ്ലേഷൻ മാറും. കേരളത്തിൽ ലെജിസ്ലേഷൻ മാറിയാൽ മതിയല്ലോ, കേരളം തന്നെ മാറിക്കൊള്ളുമല്ലോ. അതിനുള്ള ഒരു അപ്ഡേഷൻ കേരളത്തിൻ്റെ ഈ ഭരണവർഗത്തിലേക്ക് നമ്മുടെ ഈ ഗവൺമെൻറ്റൊക്കെ അത്ര അപ്ഡേഷൻ അവർ തയ്യാറാണെന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏത് കാലത്തിലായാലും ഞാൻ ഈ പർട്ടിക്കുലർ ഗവൺമെൻറ്റിനെ പറ്റിയുള്ള പറഞ്ഞത്, ഇതിന് മുൻപിരുന്ന ഗവൺമെൻറ് ആയിരുന്നാലും കേരളത്തിലെ ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന ആളുകൾ എപ്പോഴും വളരെയധികം റിസപ്റ്റീവാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാനും ചെയ്യുവാനും റിസപ്റ്റീവാണ്. അത് മലയാളിയുടെ പൊതുവേ ഉള്ളൊരു തത്വമാണ്. അത് ഇവരിൽ ഞാൻ കാണുന്നുണ്ട്. ഇവർ മാറി നാളെ UDF വന്നാൽ അവരിലും ഇതുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തിനെ എതിർക്കുന്ന സംശയത്തോടെ കാണുന്ന ഒരു ശീലം മലയാളി കൊണ്ട് പൊതുവെ വിമർശിക്കപ്പെടുന്നുണ്ട്. അത്തരം എന്തെങ്കിലും ഇപ്പോഴത്തെ ചില പ്രതിപക്ഷ ബഹിഷ്കരണം അടക്കമാണ് ഉദ്ദേശിക്കുന്നത്. അതിലെന്തെങ്കിലും മാറ്റം വരേണ്ടതില്ലേ? ഓഗുമെൻറ്റേറ്റീവ് ഇന്ത്യ എന്ന് സെൻ പറഞ്ഞതുപോലെ ഞാൻ കേരളത്തെ പറ്റി പറയുന്നത് ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യ എന്നാണ്. ആർഗ്യുമെൻറ്റേറ്റീവ് കേരള അതുണ്ട്. പക്ഷേ അത് നമ്മുടെ ഒരു കഴിഞ്ഞ 40-50 വർഷത്തെ ഇടതുപക്ഷ ചിന്താഗതിയുടെയും കൂടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അത് നമ്മൾ എന്തിനും എതിരെ നമ്മളതിനെ ചോദ്യം ചെയ്യും, അതിൻ്റെ നെല്ലും പതിരും കണ്ടെത്തും. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കാണുന്ന ഉദാഹരണം പറയുന്നത് ശ്രീ M.A. യൂസഫ് അലി. അദ്ദേഹം നമ്മൾക്ക് ഒരു പക്ഷേ ഒരു മലയാളിക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന് എത്താവുന്നതിൻ്റെ ഒരു ആന്ത്രപ്രണർ എന്ന നിലയിൽ ഒരു വലിയ നിലയിൽ നിൽക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ നജീബ് എന്നൊരു ക്യാരക്ടർ, അതായത് ബെന്യാമിൻ്റെ ആടുജീവിതത്തിൽ നമ്മൾ വായിച്ച് പഠിച്ച അറിഞ്ഞ നജീബ്, ഒന്നുമില്ലാത്തവൻ, ആടുജീവിതം നയിച്ചവൻ. അതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും അറേബ്യയുടെ മണലാരണ്യത്തിലുണ്ട്. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തുന്ന ഒരു റൂഫാണ് ലോക കേരള സഭ എന്നെ സംബന്ധിച്ചോളം. ഇനി അവരൊന്നും ചെയ്തില്ലെങ്കിലും നജീബിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയുവാൻ നജീബിന് ഒരു അവസരം കൊടുക്കുന്ന ഒരു സഭയായി ഇത് മാറിയാൽ തന്നെ ഇത് അതിൻ്റെ പകുതി കർത്തവ്യം ചെയ്തു എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. നിങ്ങളുടെ ആദ്യ സംവിധാന സംരംഭം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതിനെപ്പറ്റി കൂടി ഒരു വരി പറയാൻ പറ്റുമോ? ആളുകൾക്ക് വലിയ താല്പര്യമുള്ളതായിരിക്കും. ഒറ്റ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് അത്. ഒക്ടോബറിൽ എൻ്റെ പ്രധാനപ്പെട്ട ബാക്കി ഷൂട്ടിങ്ങുകൾ തുടങ്ങും. 2023 റിലീസിന് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. വളരെയധികം എന്താ പറയുക, സർവൈവൽ, ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് സർവൈവൽ. ഓൾ ദി ബെസ്റ്റ് എല്ലാത്തിനും. ഏതായാലും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമാകാരനാണ് റസൂൽ പൂക്കുട്ടി. അദ്ദേഹമാണ് ലോക കേരള സഭയിലെ തൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയെ പറ്റിയൊക്കെ വിശേഷങ്ങൾ പങ്കുവച്ചത്. വിനോദിനൊപ്പം VV അരുൺ, ന്യൂസ് 8. അച്ഛന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയാതെ പകച്ചുനിന്ന യുവാവിന് തുണയായി M.A. യൂസഫ് അലി. നെടുമങ്ങാട് സ്വദേശി എബിനാണ് സൗദിയിൽ മരിച്ച അച്ഛൻ ബാബുവിനെ അവസാന നോക്കുകാണാൻ സഹായം തേടി ലോക കേരള സഭ വേദിയിലെത്തിയത്. ഉടൻ സൗദി ആശുപത്രിയുമായി ബന്ധപ്പെട്ട യൂസഫ് അലി മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കി. ലോക കേരള സഭയിലെ ഓപ്പൺ ഫോറമായിരുന്നു വേദി. ഗൾഫിലെ ജോലി സാധ്യതയും കേരളത്തിന്റെ ഭാവിയുമൊക്കെ ചർച്ചയായ ഓപ്പൺ ഫോറം. അവിടെയാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളും കരളുലയ്ക്കുന്ന ആവശ്യവുമായി എബിനെത്തിയത്. അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ 3ാമത്തെ നിലയിൽ നിന്ന് താഴെ വീണ് മരണപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു. എംബസിന്ന് വിളിച്ചായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത് ഇതുപോലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞായിരുന്നു, ബോഡി അവിടെ ഏറ്റുവാങ്ങാൻ ആരും ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് അച്ഛനെ കണ്ടിട്ട് ഇപ്പോൾ 3-3.5 വർഷമായി. ഞങ്ങള് അയ്യമ്മോഴി വിളിക്കണല്ലാണ്ട് കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. നിമിഷങ്ങൾക്കുള്ളിൽ കടലിനക്കരെ ലുലു ഗ്രൂപ്പിന്റെ സൗദി ടീമിലേക്ക് ആ വേദിയിൽ നിന്ന് തന്നെ യൂസഫ് അലിയുടെ ഫോൺ കോൾ ചെന്നു. നമ്മളൊരു പരിചയമുള്ളൊരു പയ്യന്റെ ഫാദർ ഖമീസ് വിഷയത്തിൽ വെച്ച് മരണപ്പെട്ട് ഉടൻ തന്നെ നാട്ടിലേക്ക് അയച്ച് ഡെഡ് ബോഡി 2-3 ദിവസത്തിനുള്ളിൽ ആ ഡെഡ് ബോഡി ഇവിടെ എത്തിക്കൊള്ളണം. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ വിളിച്ച് സംസാരിക്കാം. ആരേത് ഡിപ്പാർട്ട്മെന്റ് വേണമെങ്കിലും ഞാൻ വിളിച്ച് സംസാരിക്കാം. But you should do it within 3 days. എബിന്റെ അച്ഛൻ ബാബുവിന്റെ മൃതദേഹം സൗദിയിലെ ഖമീഷ് മുഷൈക്കിലെ ആശുപത്രി മോർച്ചറിയിലാണ്. അപകടത്തിലാണ് ബാബു മരിച്ചത്. 3 ദിവസത്തിനകം മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് യൂസഫ് അലി സൗദിയിലെ ഓഫീസിനോട് നിർദ്ദേശിച്ചത്. തിരുവനന്തപുരം മാറിവാനൂസ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് എബിൻ. ഉഷയാണ് അമ്മ. +2 വിദ്യാർത്ഥിയായ വിപിൻ സഹോദരനാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.
പയ്യന്നൂരിലെ ഫണ്ട് വിവാദത്തിൽ പരാതി ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ സിപിഎം പ്രവർത്തകർക്കിടയിൽ അതൃപ്തി രൂക്ഷമാകുന്നു. നടപടിയെ തുടർന്ന് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന് വ്യക്തമാക്കിയ കുഞ്ഞികൃഷ്ണനുമായി പാർട്ടി നേതൃത്വം വീണ്ടും ചർച്ച നടത്തിയേക്കും. മനു ഭരത് വിശദാംശങ്ങൾ നൽകും. മനു, ഈ പരാതി ഉന്നയിച്ച കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുത്തത് അത് വലിയൊരു എതിർപ്പിന് തന്നെയാണ് ഇടയാക്കിയത്. അതിനെ തുടർന്ന് അദ്ദേഹം ഈ പാർട്ടി പ്രവർത്തനം പൊതുപ്രവർത്തനം വരെ അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇതിനിപ്പോൾ ജില്ലാ നേതൃത്വം വീണ്ടും ഏത് രീതിയിലുള്ള ചർച്ചകൾക്കാണ് തുടക്കമിടുന്നത്? ഈ വി കുഞ്ഞികൃഷ്ണനെ മാറ്റി TV രാജേഷിന് പകരം ചുമതല നൽകാൻ ഉള്ള നീക്കം വലിയ തോതിൽ ചർച്ചാ വിഷയമായിരുന്നു. ഈ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ 21 അംഗങ്ങളുള്ള കമ്മിറ്റിയിൽ 16 പേരും ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. മറ്റ് 5 പേരാകട്ടെ മാറി നിൽക്കുകയും ചെയ്തു. പയ്യന്നൂർ ഏരിയയ്ക്ക് കീഴിലുള്ള 12 ലോക്കലുകളിലും ഈ വിഷയം ഇത് റിപ്പോർട്ട് ചെയ്തു. എല്ലാ അണികൾക്കിടയിൽ നിന്നും രൂക്ഷമായ എതിർപ്പാണ് ഇതിനെതിരെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ പയ്യന്നൂരിൽ ഫണ്ട് തിരിമറി, അതായത് 2017 പാർട്ടി ഓഫീസ് നിർമ്മാണവും അതുപോലെ 21 തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെയും വിനിയോഗത്തിലാണ് വ്യാപകമായി ക്രമക്കേടുണ്ട് എന്ന ആരോപണം ഉയർന്നത്. ഇതിലെ പരാതിക്കാരനായ ഏരിയ സെക്രട്ടറി അദ്ദേഹം ഈ പാർട്ടി സമ്മേളനങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ അത് നടപടിക്രമപ്രകാരം അന്വേഷിക്കുകയും മേൽക്കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലൊരാൾക്കെതിരെ നടപടി ഉണ്ടാകുന്നത് ശരിയായൊരു രീതിയല്ല എന്ന ഒരു നിലപാടാണ് പൊതുവെ അണികൾക്കും പ്രവർത്തകർക്കും ഇടയിൽ ഒക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ആണ് വി കുഞ്ഞികൃഷ്ണൻ ഇത് പാർട്ടിയിൽ പൊതുപ്രവർത്തനം ഇതോടുകൂടി അവസാനിപ്പിക്കുകയും പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുന്നത് കർഷക സംഘത്തിൻ്റെയൊക്കെ പ്രവർത്തകനാണ്. അതുപോലെ ബാങ്കിന്റെ ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറായിരുന്നു. ഈ സ്ഥാനങ്ങളെല്ലാം അദ്ദേഹം സ്വമേധയാൽ ഒഴിയുകയാണ്. അപ്പോൾ ഇത് വലിയ തോതിൽ അവിടെ ചർച്ചാ വിഷയമാകുകയും അണികൾക്കിടയിൽ ഒരു അതൃപ്തി ഉണ്ടാകുകയും ഒരു പൊട്ടിത്തെറി, പ്രാദേശികമായ തലത്തിൽ ഒരു പൊട്ടിത്തെറിക്ക് വഴിവെച്ചേക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾക്ക് ഇട നൽകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കുഞ്ഞികൃഷ്ണനുമായി ഒരു ചർച്ച നടത്തി സംഗതി തണുപ്പിക്കാനുള്ള നീക്കം CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകും എന്നുമാണ് മനസ്സിലാകുന്നത്. മനു ഭരത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ജമ്മുകശ്മീരിലെ പുൽവാമയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീകരർ വെടിവെച്ചു കൊന്നു. SI ഫറൂഖ് അഹമ്മദ് മിറാണ് കൊല്ലപ്പെട്ടത്. വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. നെഞ്ചിൽ വെടിയേറ്റ നിലയിലായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ ഭീകരർ വെടിവെച്ചു കൊന്നതാണെന്ന് വ്യക്തമായതായി ജമ്മുകശ്മീർ പോലീസ് പ്രതികരിച്ചു. നാട്ടിൽ പോകാൻ അവധി നൽകാത്തത് ചോദ്യം ചെയ്ത മലയാളി യുവാവിനെ ആഫ്രിക്കയിലെ അങ്കോളയിൽ കമ്പനി അധികൃതർ വ്യാജ പരാതി നൽകി ജയിലിൽ അടച്ചതായി പരാതി. പാലക്കാട് സ്വദേശി രഞ്ജിത്താണ് കഴിഞ്ഞ 3 മാസമായി അങ്കോള ജയിലിൽ കഴിയുന്നത്. രഞ്ജിത്തിന്റെ മോചനത്തിനായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കുടുംബം കേന്ദ്ര സർക്കാരിന് അപേക്ഷ നൽകി. ആരും തന്നെ എന്നെ കാണാൻ വരുന്നില്ല. എന്നെ ഇവിടെ ഇട്ടിരിക്കുകയാണ്, ജയിലിലിട്ടിരിക്കുകയാണ്. ആരും തന്നെ ഇല്ല സഹായിക്കാൻ. എംബസിനെ വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ല. അഡ്വക്കേറ്റ് നമ്പർ വെച്ചിട്ട് തിരിച്ച് തരുന്നുമില്ല. ആരും തന്നെ ദയവ് ചെയ്ത് എന്നെ സഹായിക്കണം. ഇത് എത്രയും പെട്ടെന്ന് വളരെ സീരിയസ് ആയി കണ്ട് എല്ലാവരും സഹായിക്കണം. എല്ലാ മന്ത്രിമാരും എല്ലാ കൂട്ടുകാരന്മാരും എല്ലാ നാട്ടുകാരന്മാരും ഒരു ജാതി മതമൊന്നും നോക്കാതെ എന്നെ സഹായിക്കണം. ഞാൻ നിരപരാധിയാണ്. കഴിഞ്ഞ 3 മാസത്തോളമായി അങ്കോളയിലെ ജയിലിൽ കഴിയുന്ന രഞ്ജിത്തിന്റെ അപേക്ഷയാണിത്. അങ്കോള പോലീസിന്റെ മൊബൈലിൽ നിന്നുമാണ് ഈ വീഡിയോ എടുത്തയച്ചത്. 2020 ഫെബ്രുവരിയിലാണ് പാലക്കാട് മേപ്പറമ്പ് സ്വദേശി രഞ്ജിത്ത് രവി അങ്കോളയിലെ സ്വകാര്യ കമ്പനിയിൽ വെയർഹൌസ് മാനേജരായി ജോലിയിൽ പ്രവേശിച്ചത്. കഴിഞ്ഞ വർഷം അവസാനം നാട്ടിലേക്ക് മടങ്ങാൻ അവധി ചോദിച്ചെങ്കിലും അവധി നൽകാൻ കമ്പനി അധികൃതർ തയ്യാറായില്ല. ഇത് ചോദ്യം ചെയ്തതോടെ ശമ്പളവും മുടങ്ങി. ജോലി അവസാനിപ്പിച്ച് മടങ്ങാൻ തീരുമാനിച്ചെങ്കിലും വ്യാജ പരാതി നൽകി രഞ്ജിത്തിനെ ജയിലിലടച്ചുവെന്നാണ് വീട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ മാർച്ച് 25-ന് മീറ്റിംഗിനെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി തടവിലാക്കുകയായിരുന്നു. പോലീസ് കസ്റ്റഡിയിലാണ്. 3 മാസമായിട്ട് വേറെ എവിടെയും കോടതിയിലോ എവിടെയും കൊണ്ടൊന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കമ്പനി വന്നിട്ട് നീ കുറ്റം സമ്മതിക്കണം, സമ്മതിച്ചില്ല കാരണം നിന്നെ അടിക്കും, തല്ലും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കമ്പനിക്കാർ വന്നിട്ട് തല്ലും അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറ്റം സമ്മതിക്കാത്തത് കൊണ്ടാണ് തല്ലുകയും അടിക്കുകയൊക്കെ ചെയ്തത്. സ്റ്റോക്കിൽ തിരിമറി നടത്തിയെന്ന് വ്യാജ പരാതി നൽകിയാണ് കമ്പനി രഞ്ജിത്തിനെ കുടുക്കിയതെന്ന് വീട്ടുകാർ പറയുന്നു. 3 മാസത്തോളമായി ജയിലിൽ കഴിയുന്ന രഞ്ജിത്തിനെ മോചിപ്പിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രഞ്ജിത്തിന്റെ കുടുംബം കേന്ദ്ര സർക്കാരിന് അപേക്ഷ നൽകി. അപ്പോൾ ഇപ്പോൾ കുട്ടിക്ക് അവിടെ കയ്യിൽ മാന്തിയിട്ടൊക്കെ അവിടെ ഉള്ളിൽ ആരൊക്കെ മാന്തി കയ്യിലൊക്കെ മുറിയായതൊക്കെ കാണിച്ചു തന്നു. ചോരപ്പാടുകളൊക്കെ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു.
നമുക്ക് പിന്നെ എത്രയും പെട്ടെന്ന് 3 മാസമായി നമുക്ക് എന്തായിരുന്നു ശരിക്കും ഇനിയും നമുക്ക് ശരിക്കും അറിയാൻ പറ്റിയിട്ടില്ല. കുട്ടീനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് എത്തിക്കണം. എല്ലാവരും എന്താണെന്ന് വെച്ചാൽ അന്വേഷിച്ച് എൻ്റെ മോനെ എൻ്റെ അടുത്ത് എത്തിക്കണം. ജയിലിൽ നിന്നും ആഴ്ചയിൽ 2 ദിവസം വീട്ടിലേക്ക് വിളിക്കാൻ അനുമതിയുണ്ട്. സഹതടവുകാരുടെ മർദ്ദനമേൽക്കാറുണ്ടെന്നും രഞ്ജിത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും വീട്ടുകാർ പറയുന്നു. രഞ്ജിത്തിന്റെ മോചനത്തിനായി എംബസിയുടെ ഇടപെടൽ വേഗത്തിലാക്കണമെന്നാണ് വീട്ടുകാരുടെ അഭ്യർത്ഥന. ന്യൂസ് 18 പാലക്കാട്. കോട്ടയത്തെ ഐമനം സ്റ്റേഡിയം നിർമ്മാണത്തിലെ ക്രമക്കേടിനെ കുറിച്ചുള്ള പരാതി സ്പോർട്സ് കൌൺസിൽ അട്ടിമറിച്ചതായി ആരോപണം. പഞ്ചായത്ത് വിശദീകരണം തേടി 1 വർഷമായിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പരാതിക്കാരൻ പറയുന്നു. സ്റ്റേഡിയത്തിൽ ആദ്യമുണ്ടായ വിള്ളലുകൾ താൽക്കാലിക പണി നടത്തി മൂടിവെക്കാനായിരുന്നു ശ്രമം. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഗുരുതരമായ നിർമ്മാണ പിഴവുകൾ പുറത്തുവന്ന ഐമനം സ്റ്റേഡിയത്തിലെ കാഴ്ചകൾ സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്പോർട്സ് കൌൺസിലിനെതിരെ ഗുരുതര ആരോപണങ്ങൾ വരുന്നത്. നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് 1 വർഷം മുൻപ് പഞ്ചായത്ത് സ്പോർട്സ് കൌൺസിലിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇതിൽ തുടർ നടപടി ഒന്നും ഉണ്ടായില്ല എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. വിള്ളലുണ്ടായ സ്ഥലങ്ങളിൽ താൽക്കാലിക നിർമ്മാണം നടത്തി ക്രമക്കേട് മറയ്ക്കാനാണ് ശ്രമം ഉണ്ടായത്. 5.25 കോടിയാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തിയത്. അപ്പോൾ ഈ കെട്ടിടത്തിന് ഇതുപോലെയുള്ള ഇതിന്റെ സോയിലൊക്കെ ടെസ്റ്റ് നടത്തിയിട്ട് അതിന് യോജിച്ച രീതിയിലാണ് ഇതിന്റെ ഫൗണ്ടേഷൻ, അതിനുള്ള പ്രൊവിഷനൊക്കെ എസ്റ്റിമേറ്റിലുള്ളതാണ്. അപ്പോൾ അത് മുഴുവനായി ചെലവാക്കാതെ ഇതിനകത്ത് അഴിമതി നടത്തിയെന്നുള്ളത് തന്നെയാണ് നമ്മളിത് കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ പ്രധാന കെട്ടിടത്തിൽ നിന്നും കവാടങ്ങൾ വിണ്ടുമാറിയ നിലയിലാണ്. തറ പലയിടത്തും വിണ്ടുകീറി, തൂണുകൾക്കും ചരിവ് സംഭവിച്ചിട്ടുണ്ട്. ഇതോടെ പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചിരിക്കുകയാണ്. അതുപോലെ ഈ അതിന്റെ റൂഫ് സ്ലാബ് പ്രധാന സ്ട്രക്ചറിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ എല്ലാവർക്കും നേരിട്ട് കാണാവുന്നതാണ്. ഈ കെട്ടിടത്തിന് മൊത്തം ബലക്ഷയം സംഭവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇതിന്റെ നേരത്തെ തന്നെ നമ്മളിത് നിരീക്ഷിച്ച അഴിമതി, ഇതിന്റെ മണ്ണുപണി മുതലുള്ള അഴിമതി ഉണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിജിലൻസ് ഡയറക്ടർക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ക്രമക്കേട് മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ സമരങ്ങൾ നടത്താനുള്ള ഒരുക്കത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. നിർമ്മാണത്തിലെ അപാകതകൾ പരിശോധിക്കാൻ വൈകാതെ സർക്കാർ സമിതികൾ സ്റ്റേഡിയത്തിൽ എത്തുമെന്നാണ് സൂചന. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.